എഫിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര വൈകുന്നുവെന്നാരോപിച്ച് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വന്നിട്ടുള്ള VD സതീശനാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായത് മെയ് 15 മുതൽ മഹിളകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ഞാൻ വന്നിട്ട് പണിക്കിറങ്ങിയുള്ളൂ സൈറ്റിൽ. അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല എന്നാണോ അവരോടൊന്ന് ചോദിക്കാം. ഇവന്റെ അടുത്ത് എന്ത് പറഞ്ഞാ മനസ്സിലാക്കാം. ഞങ്ങൾ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ അത്രക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ. നമ്മൾ ഈ സമരം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. നമുക്കും അറിയാം മുഖ്യമന്ത്രി ആയ ശേഷം തന്നെ നടപ്പിലാക്കാൻ പറ്റും എന്ന സാമാന്യ ബോധ്യം മഹിളാ മോർച്ചക്കും അതേപോലെ BJPക്കും നന്നായി അറിയാം. ഇത് തെലുങ്കും കന്നഡയൊന്നുമല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ്. ഞങ്ങൾ സമരം ചെയ്തത് കോൺഗ്രസിന്റെ വാക്കുകളെ എതിരാണ്. ഇനി VD സതീശനും അതേപോലെ VD സതീശന്റെ ടീം ഇനി 5 കൊല്ലം ഇവിടെ ജനങ്ങളെ പറ്റിക്കാൻ ഇനി ഞങ്ങൾ വിടുന്നില്ല. എന്താ പറഞ്ഞത്? I will be his translator. അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും. നടപ്പിലാക്കില്ലെങ്കിൽ VD സതീശൻ ഇനി 5 കൊല്ലം സ്വസ്ഥമായിട്ട് ഭരിക്കാൻ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ വിടാനൊന്നുമില്ല. നീ ഒന്ന് അടങ്ങുകാതറേ, എല്ലാത്തിനും ഒരു അടക്കം ഒതുക്കും വേണ്ടേ? ജനങ്ങൾക്ക് നീതി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BJP അതേപോലെ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുള്ളത്. എന്റെ മാനം കൊടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. അതുക്കുള്ള കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇവൻ നല്ല ചെറുക്കനാ. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ. എണീച്ചു പോടാം.